ഹലോ ഗൈസ്, നമുക്കൊരു മിനി ഫ്രെയിം ചെയ്താലോ? സാധാ മിനി ഫ്രെയിം അല്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഫോട്ടോ ആയാലും എന്തായാലും മാറ്റിയിടാൻ പറ്റിയ ടൈപ്പ് ഒരു ഫ്രെയിമാണിത്. കുറേ നാളായിട്ട് കുറച്ച് ഫോട്ടോസ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സെറ്റാക്കാമെന്ന് ഓർത്ത്. എൻ്റെ ഫ്രെയിം റേഷ്യോ വരുന്നതാണെങ്കിലും 1.6 സെൻറ്റിമീറ്ററാണ് വരുന്നത് ഓരോ ഫ്രെയിം ആയാലും, അതിൻ്റെ ഓരോ സൈഡായാലും. പിന്നെ ഇതിന് അധികം സമയമോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മളിത് വാങ്ങണമെങ്കിലാണെങ്കിലും ഒരു 250 രൂപ, ഒരു 150 രൂപയ്ക്ക് തൊട്ട് സ്റ്റാർട്ടിങ് കൊണ്ട് മിനി ഫ്രെയിം ആയാലും. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഇരിപ്പുണ്ടായിരുന്നു. കുറേ നാളായിട്ട് എൻ്റെ ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ. നോർമലി ഇതേപോലത്തെ പിക്കായാലും നമ്മൾ വാളിലാണ് എല്ലാവരും സെറ്റാക്കാറുള്ളത്. ബട്ട് എനിക്ക് വാളിൽ സെറ്റാക്കാൻ ഈ ഫോട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിൻ്റെ ബാക്കിലാകുമ്പോഴത്തേക്ക് ബാക്കി വരുന്ന ഫോട്ടോസ് ആയാലും എല്ലാം നമുക്ക് ബാക്കിൽ തന്നെ എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് സെറ്റാക്കിയിട്ടാണ് ഞാൻ ഒരു മിനി ഫ്രെയിം സെറ്റാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ആ ഫോട്ടോ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഒരെണ്ണമായാലും മാറ്റി ഇടാമല്ലോ. അതുമല്ല, കറക്റ്റ് മെഷർമെൻറ്റിൽ അളവെടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ചിരിഞ്ഞു പോകും. എൻ്റെ ചിരിഞ്ഞു പോയായിരുന്നു. ഞാനത് സത്യം പറയും ഇത് കാണിച്ചിട്ടില്ല ഞാൻ. പിന്നീട് ഞാൻ തന്നെ ഓർത്തില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് എത്ര വ്യൂ കിട്ടുമെന്ന്. ഞാൻ പുതിയ അക്കൗണ്ടാണ്, പുതിയതായിട്ട് ചുമ്മാ ഒന്ന് സെറ്റാക്കി ഇടാമെന്ന് ഓർത്ത് ഞാൻ കൂടി പ്രതീക്ഷിച്ചൊരു 10-20, എനിക്ക് 50 കിട്ടിയാൽ മതി എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു വ്യൂവേഴ്സ്. അപ്പോൾ എനിക്ക് 250. നിങ്ങൾ ഓർക്ക് 250 ചെറിയ കാര്യമായിരിക്കുമെന്ന്, ബട്ട് അതെനിക്ക് വലിയ കാര്യം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഇട്ടുമ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയാണ്. പിന്നെ അതുമല്ല, ഇപ്പം ആർക്കായാലും ഇനി സ്കൂൾ അവധി വരാൻ പോവാണ്. ഇപ്പോൾ ആർക്കൊരു ചെറിയൊരു ഫ്രെയിമായാലും കാര്യങ്ങളായാലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലായാലും. പിന്നെ അതുപോലെ സാധനം വാങ്ങണമെങ്കിൽ പൈസ ആവും കേട്ടോ. ഞാൻ മറ്റൊരു ഫോം ഷീറ്റ് വാങ്ങിച്ചത് 150 രൂപയ്ക്ക് 150 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഗ്യാരേജ് ഉണ്ടാക്കി, ഹോട്ട് വീൽ സ്റ്റാൻഡ് ഉണ്ടാക്കി, കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് ഫ്രെയിം മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 100-150 ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൽ തന്നെ. പിന്നെയെന്ന് വെച്ചാൽ മെനക്കേടാണ്, ആരും കഷ്ടപ്പെടുത്തുമില്ല. ഇപ്പം 150 രൂപയ്ക്ക് സാധനം വാങ്ങിച്ച് ചെയ്യുന്നതിനേക്കാളും വേദം 150 രൂപയ്ക്ക് ഫ്രെയിം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുള്ള എല്ലാവരും വിചാരിക്കത്തുള്ളൂ. എൻ്റെ കാര്യം നോക്കിയാലും ഞാനും അങ്ങനെ വിചാരിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, ബട്ട് എനിക്ക് എന്ത് വന്നാലും ചെയ്തിരിക്കും, ഏത് കാര്യമാണെങ്കിലും. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി കാണിക്കാനോ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാനോ അങ്ങനത്തെ പുറപ്പാടൊന്നുമല്ല. ഇത് എൻ്റെ റൂമിലത്തേക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് പറയുന്നില്ല, അതിനുള്ള സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ പറയാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളൊന്നും പറയുകയാണെങ്കിലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നും പറയ്ക്കും, കുറച്ച് നല്ല ഡിലേ ആവും പറയാൻ നിർത്തും. പിന്നെ ലാസ്റ്റ് അവസാനം ഞാനൊരു സ്റ്റാൻഡും കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കിൽ. അപ്പം അത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയ പീസ് എടുത്ത് ബാക്കിലൊന്ന് ഗം ചെയ്ത് വെച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് വാട്ടർ പേപ്പർ അടിക്കുക, എന്നിട്ട് പെയിൻറ്റും അടിക്കുക, അത്രേ ഉള്ളൂ. അതോടെ ഈ പരിപാടി കഴിഞ്ഞ്. പിന്നെ ആണെങ്കിൽ അടുത്ത വീഡിയോ ഏതിടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് എനിക്ക് പോർഷയുടെ സ്പോയിലർ സ്റ്റാൻഡല്ലായിരുന്നു. ബട്ട് ഞാൻ റേറ്റ് നോക്കിയപ്പോൾ 2800 രൂപ പറഞ്ഞ് ഒരു പുള്ളി. സോ അതൊന്ന് സെറ്റാക്കി കൊള്ളാമെന്നുണ്ട്, സെറ്റാക്കും അത്. ഓക്കെ, കാണാം.